ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ സാധ്യതകളുടെ ഗണിതം എന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇനി പറയാനുള്ളത്. അതായത് ജോഡികളാക്കി ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു, രണ്ട് സഞ്ചിയിലോ അല്ലെങ്കിൽ രണ്ട് പെട്ടിയിലോ പന്തുകൾ ഉണ്ടാവും, ചുവന്ന പന്ത് അതേപോലെ പച്ച പന്തുകൾ എന്ന ക്രമത്തിലൊക്കെ. അപ്പോൾ രണ്ട് പെട്ടികൾ ഉണ്ടെങ്കിലും അതിൽ ഓരോന്നിലെയും സാധ്യത എത്ര എന്നുള്ള രൂപത്തിലായിരുന്നു നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നത്. ഇനി നമുക്കിത് ജോഡികളായിട്ട് വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, രണ്ട് പെട്ടികളിൽ ഇപ്പോൾ ഒന്നാമത്തെ ബോക്സിൽ കുറച്ച് പന്തുകളുണ്ട്, രണ്ടാമത്തെ ബോക്സിൽ വേറെ കുറച്ച് പന്തുകളുണ്ട്. അപ്പോൾ രണ്ടിൽ നിന്നും ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സംഭവങ്ങൾ എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഒരു ബോക്സിൽ പന്ത് ചുവപ്പും പച്ചയാണ്, മറ്റേതിലും ചുവപ്പും പച്ചയാണ്. അപ്പോൾ രണ്ടിൽ നിന്ന് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചുവപ്പും പച്ചയോ അല്ലെങ്കിൽ രണ്ടും പച്ചയോ ഇങ്ങനെ രൂപത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത് ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറേ പേർക്ക് തെറ്റാൻ ചാൻസ് ഉള്ള ഒന്നാണ്. അതായത് നമ്മൾ മുമ്പേ ചെയ്തിരുന്നത് ഒന്നാമത്തെ ബോക്സിൽ നിന്ന് എടുക്കുമ്പോഴുള്ള സാധ്യത എത്ര, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് എടുക്കുമ്പോഴുള്ള സാധ്യത എത്ര, ഇങ്ങനെ വേറെ വേറെയാണ് കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇത് രണ്ടിൽ നിന്നും ഒരുമിച്ചെടുക്കുമ്പോൾ നമുക്ക് രണ്ടും ഒരുമിച്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ജോഡികളായിട്ടാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പോൾ ഒരാൾക്ക് ഷർട്ട്സ് റെഡ്, ബ്ലാക്ക്, വൈറ്റ്, ചുവപ്പ്, കറുപ്പ്, വെള്ള എന്നീ കളറിൽ ഷർട്ടുകളുണ്ട്. അതേപോലെ അയാളുടെ പാൻസ് ബ്ലാക്കും വൈറ്റും ആണ്. അപ്പൊ അയാൾക്ക് ഒരു ദിവസം ഷർട്ടും പാൻസും ഏതൊക്കെ കളറ് അയാൾക്ക് ധരിക്കാൻ കഴിയും? ചിലപ്പോൾ അയാൾക്ക് വൈറ്റും റെഡും ആകാം, അല്ലെങ്കിൽ അയാൾ ബ്ലാക്കും വൈറ്റും ആകാം. ഇങ്ങനെ പല രീതിയിൽ ഇയാൾക്ക് ഒരു ദിവസം ഡ്രസ്സ് അണിയാം, എന്നുവെച്ചാൽ ഷർട്ടും പാൻസും. അപ്പൊ എങ്ങനെയാണ് ഇത് നമുക്ക് ഇയാൾക്ക് ഏതൊക്കെ രീതിയിൽ അണിയാൻ പറ്റും, ഡ്രസ്സ് ഇടാൻ കഴിയും എന്നുള്ളത് നമുക്കൊന്ന് ഒരു ഇത് കണ്ടെത്താം. സാധ്യത ഏതൊക്കെ ആയിരിക്കും ഇടാൻ ചാൻസ്. ഈ മൂന്ന് കളർ ഇവിടെ നമുക്ക് ഷർട്ട്സിന്റെ 3 കളറുണ്ട്, അതേപോലെ പാൻസ് 2 കളറുണ്ട്. ഈ രണ്ടും തമ്മിൽ നമുക്ക് പല രീതിയിൽ ഇയാൾക്ക് ഡ്രസ്സ് ഇടാൻ പറ്റും. അപ്പൊ എത്ര രീതിയിൽ ഇടാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാകാം, അപ്പൊ അയാൾ ഇടാൻ ചാൻസ് ഉള്ള ആ ഒരു രീതി ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ അതൊരു ഇവിടെ നമുക്ക് ബ്ലാക്കും ആയിട്ട് പറയാം, അല്ലെങ്കിൽ റെഡും വൈറ്റ് ആയിട്ട് പറയാം, ഇങ്ങനെ പല രീതിയിലും പറയാം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എല്ലാം അതിൽ നമ്മൾ എഴുതിയോ എന്നൊരു സംശയം ഉണ്ടാവും. അപ്പൊ അതിലൊരു ഓർഡറിൽ എഴുതാം. ഇപ്പൊ ഇവിടെ റെഡും, ഈ റെഡ് വെച്ചിട്ട്, അതായത് റെഡ് ഷർട്ടിന്റെ കൂടെ ബ്ലാക്ക് പാൻറ്റും വൈറ്റ് പാൻറ്റും, ഇങ്ങനെ രണ്ട് രീതിയിലുണ്ട്. അപ്പൊ ആദ്യം ആ രണ്ട് മെത്തേഡ് ഒന്ന് എഴുതാം. അതായത് റെഡും ബ്ലാക്കും. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ജോഡികളാക്കിയിട്ട് എഴുതുമ്പോൾ ഇതിന് ബ്രാക്കറ്റ് കൊടുക്കണം. ഇങ്ങനെയാണ് ജോഡികൾ എഴുതേണ്ടത്. ഇനി റെഡും വൈറ്റും. അപ്പൊ നമുക്ക് റെഡ് വെച്ചിട്ടുള്ള റെഡ് ഷർട്ടിന്റെ കൂടെ 2 പാൻസും ഉപയോഗിച്ച് കഴിഞ്ഞു. ഈ റെഡിന്റെ കൂടെ പാൻസ് വേറെ ഉപയോഗിക്കാനില്ല. അപ്പൊ ഇനി അടുത്ത ഷർട്ടുകൾ എടുക്കാം. ബ്ലാക്കും ഇടാം, അല്ലെങ്കിൽ ബ്ലാക്കും വൈറ്റും ഇടാം. ഇനി മൂന്നാമത്തേത് വരിക വൈറ്റും ബ്ലാക്കും, ഇനി വൈറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇനി വേറെ അധികം ചാൻസ് ഉണ്ടോ? ഇല്ല, കാരണം എല്ലാം ആയി. അപ്പൊ ഇയാൾക്ക് എത്ര രീതിയിൽ ഈ പാൻസും ഷർട്ടും ഇടാൻ കഴിയുന്നുണ്ട്? നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6. അപ്പൊ എത്ര രീതിയിൽ ഇടാൻ കഴിയും എന്നുള്ളത് ഇതുപോലെ എഴുതാതെ കണ്ടെത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കിട്ടിയോ? കുറെ പേർക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഷർട്ട്സിന്റെ എണ്ണം എത്രയാണ്? 3 എണ്ണാണ്. എത്ര പാൻസ് ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഇത് രണ്ടും ഗുണിച്ച് നോക്കിയാൽ മതി. 3 × 2 ഗുണിക്കുക എത്രയാണ്? 6. അപ്പൊ 6 രീതിയിൽ നമുക്ക് ഇയാൾക്ക് പാൻസും ഷർട്ടും ധരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് എത്ര രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടെത്തേണ്ടത്. ഇനി ഇതിൽ വരുന്ന ക്വസ്റ്റ്യന് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇയാൾ ഒരു ദിവസം രണ്ടും, അതായത് ഷർട്ടും പാൻറ്റും ഒരേ കളറിൽ ഡ്രസ്സ് ഇടാനുള്ള ചാൻസ് എത്രയും ചോദിക്കും, സാധ്യത എത്രയെന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ആകെ ജോഡികൾ എന്ന് പറയുന്നത് 6 എണ്ണമാണ്. നമ്മൾ ആകെ പന്തുകൾ എന്ന് പറയുന്നുണ്ട്, അതേപോലെ ചുവന്ന പന്തിന്റെ എണ്ണമൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇവിടെ രണ്ടും ഒരേ കളറിൽ വരുന്നത് രണ്ടും ബിയും രണ്ടും വൈറ്റും, രണ്ടും ബ്ലാക്കും വൈറ്റും മാത്രമേ ഉള്ളൂ. രണ്ടും ഒരേ കളറിൽ വരുന്നത്. അപ്പൊ ഒരേ കളറിൽ ഇടാനുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 2 എണ്ണം ആയതുകൊണ്ട് 2 ഹരിക്കണം
ഇനി നമ്മൾ താഴെ എഴുതുന്നത് ടോട്ടൽ എത്രയാണോ അതാണ് ആകെ വരുന്നത്. അപ്പൊ ഇവിടെ ആകെ ജോഡികളുടെ എണ്ണാണ് നോക്കേണ്ടത്. നമ്മൾ മുമ്പേ ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിരുന്നത് പന്തുകളുടെ എണ്ണൊക്കെ നോക്കിയിട്ടാണ്. അപ്പൊ ഇവിടെ ജോഡികളുടെ എണ്ണം നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ആകെ ജോഡികൾ 6 എണ്ണം ഉണ്ട്. അപ്പൊ 2/6 എന്ന് എഴുതാം. അപ്പൊ ഇത് ഹരിച്ച് ചെറുതാക്കുകയാണെങ്കിൽ എത്ര വരും? 1/3 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് സാധ്യത നോക്കേണ്ടത്. ഇനി ഇതിൽ തന്നെ ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കും, രണ്ടും വ്യത്യസ്ത കളറിൽ ഡ്രസ്സ് ഇടാനുള്ള സാധ്യത എത്രയും ചോദിക്കും. അപ്പോഴും സിമ്പിളാണ്. എത്ര ഉണ്ട്? ബാക്കിയുള്ളത് 1, 2, 3, 4 എണ്ണം ഉണ്ട് വ്യത്യസ്ത കളറിൽ. അപ്പൊ 4 ഇനി ടോട്ടൽ എത്ര ജോഡികളുണ്ടോ അത് എഴുതി കൊടുക്കുക. 4/6. ഇത് ചെറുതാക്കിയാൽ നമുക്ക് 2/3 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ജോഡികളാക്കിയിട്ടുള്ള സാധ്യതകൾ ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനത്തെ 1-2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. രജനിക്ക് പച്ച, നീല, ചുവപ്പ് എന്നീ നിറങ്ങളിൽ കല്ലുമാലയും കമ്മലുമുണ്ട്. അപ്പോ കല്ലുമാലയും കമ്മലും പച്ച, നീല, ചുവപ്പ്. മാലയും കമ്മലും ആണുള്ളത്. രണ്ടും പച്ച, ഗ്രീന്, നീല, ബ്ലൂ, ചുവപ്പ്, റെഡ്. രണ്ടും ഒരേ നിറത്തിലാണ്. അപ്പൊ നിങ്ങൾ ആദ്യം ഇത് എഴുതിയിട്ട് ഇതൊന്ന് എഴുതി വെക്കുക. മാലയും കമ്മലും ഏതൊക്കെ കളറിലാന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ആണ്. എത്ര രീതികളിൽ രജനിക്ക് മാലയും കമ്മലും അണിയാം? അപ്പൊ എത്ര രീതിയാണ് നമ്മൾ എഴുതാത്തതിൽ ആൻസർ കണ്ടെത്താം. എങ്ങനെ? ഇതിൽ 3 എണ്ണം ഉണ്ട്, ഇതിൽ 3 എണ്ണം ഉണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 3 ഗുണിക്കണം 3. അപ്പൊ 3 ഗുണിക്കണം 3 ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ ആയി 9. ഇനി ബി ക്വസ്റ്റ്യൻ. ഒരു ദിവസം രജനി ഒരേ നിറമുള്ള മാലയും കമ്മലും അണിയാനുള്ള സാധ്യത എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെയാണ്. സി ക്വസ്റ്റ്യൻ വ്യത്യസ്ത നിറമുള്ളതോ. അപ്പൊ ഇത് എഴുതണമെങ്കിൽ എന്തായാലും നമുക്കിത് ജോഡികളാക്കിയിട്ട് എഴുതണം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഇതിൽ ഓരോന്ന് ജോഡികളാക്കാം. ഈ ഗ്രീനും അതേപോലെ ഗ്രീനും ബ്ലൂ. അപ്പൊ ഒരു ഓർഡറിൽ വേണം നമുക്ക് ചെയ്യാൻ. അപ്പൊ ഇവിടെ ജി ഓരോന്നും ഇങ്ങനെ ജോഡികളാക്കിയിട്ട് എഴുതാം. ബ്രാക്കറ്റ് വേണം. അടുത്തത് GB, GR. ഇനി G വെച്ചുള്ളത് കഴിഞ്ഞു. വേണമെങ്കിൽ നേരിട്ട് എഴുതാൻ കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് B വെച്ചാണെങ്കിൽ BG, BB, BR. ഇനി മൂന്നാമത്തെ റെഡ് വെച്ചിട്ട് RG, RB, RR. നമ്മൾ ഇതിനെ ജോഡികളാക്കിയിട്ട് എഴുതി. ഇനി ഇതിൽ ക്വസ്റ്റ്യന് രണ്ടും ഒരേ നിറത്തിൽ വരാനുള്ള സാധ്യത എത്ര എന്നുള്ളതാണ് ബി ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമുക്ക് ഒരേ നിറത്തിലുള്ള എത്ര ഉണ്ട് നോക്കാം. 2 G ഉണ്ട്, B ഉണ്ട്, R ഉണ്ട്. അപ്പൊ ഈ 3 എണ്ണം ഉള്ളത് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഈ 3 എണ്ണാണ് ഒരേ നിറത്തിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ സാധ്യത എങ്ങനെ എഴുതാം? 3 ഇനി താഴെ എത്ര എഴുതണം? ടോട്ടൽ എത്ര ഉണ്ട്? ടോട്ടൽ 9 എണ്ണം. 3/9. ഇത് ഹരിച്ച് ചെറുതാക്കി കൂടെ? 3നെയും 9നെയും ഹരിക്കാൻ പറ്റിയ നമ്പർ ഏതാ? 3 തന്നെയാണ്. അപ്പൊ 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1, 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3. അപ്പൊ അതിന്റെ സാധ്യത 1/3. ഇനി വ്യത്യസ്ത നിറമുള്ളതോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലാകെ ഈ ക്വസ്റ്റ്യൻ ഒരേ നിറത്തിലുള്ളതും വ്യത്യസ്ത നിറത്തിലുള്ളതും ആയതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ ആൻസർ കണ്ടെത്താം. ഇതില് 3 എണ്ണത്തിൽ 1 സാധ്യതയാണ് നമ്മൾ പറയുന്നത്. 3 എണ്ണത്തിൽ 1 ഒരേ നിറത്തിലുള്ളതാണെങ്കിൽ ബാക്കിയുള്ള എത്രയാണ്? 3 എണ്ണത്തിൽ 2 ആണ്. അപ്പൊ 2/3 ആയിരിക്കും വ്യത്യസ്ത നിറമുള്ളത്. നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പൊ വ്യത്യസ്ത നിറമുള്ളത് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട്. അപ്പൊ 6 ആകെ ജോഡികൾ 9 എണ്ണാണ്. ഇത് നമുക്ക് ചെറുതാക്കുമ്പോൾ 3 കൊണ്ട് ഹരിക്കാം. 6ൽ 3 2 തവണ, 9ൽ 3 3 തവണ. അപ്പൊ 2/3. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു പെട്ടിയിൽ 1, 2, 3, 4 എന്നീ സംഖ്യകൾ എഴുതിയ 4 കടലാസു കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1, 2 എന്നെഴുതിയ 2 കടലാസ് കഷ്ണങ്ങളും ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ പെട്ടിയിൽ 1, 2, 3, 4 എന്നെഴുതിയ 4 കടലാസ് കഷ്ണങ്ങളും രണ്ടാമത്തെ പെട്ടിയിൽ 1, 2 എന്നെഴുതിയ 2 കടലാസ് കഷ്ണങ്ങളും ഉണ്ട്. ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് എടുത്താൽ കിട്ടുന്ന സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്?
അപ്പൊ ഈ രണ്ട് ബോക്സും നമ്മൾ ഓരോന്ന് വീതെടുത്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന രണ്ട് സംഖ്യകളുടെയും തുക എന്ന് വെച്ചത് കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എത്ര, അതേപോലെ ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത എത്ര, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യയൊക്കെ നോക്കാൻ ആദ്യം ഇത് ജോഡികളാക്കിയിട്ട് എഴുതാം. എങ്ങനെ എഴുതേണ്ടത്? ഇപ്പൊ 1 1 അങ്ങനെ ആ രീതിയിൽ എഴുതാം. 1 1 ഈ 1 2 ഇനി 1 കഴിഞ്ഞ് 2 1 നേരത്തെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. 2 2 ഇനി 3 1 3 2 4 1 4 2. ഇപ്പൊ നമ്മളിത് ജോഡികളാക്കിയിട്ട് എഴുതി. ഇത് ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ അല്ല നോക്കേണ്ടത്. ഇങ്ങനെ കിട്ടുന്ന ജോഡികളുടെ ഓരോന്നിലെയും സംഖ്യകളുടെ തുകയാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യന് സംഖ്യകളുടെ തുക എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓരോന്നിലെയും സംഖ്യകളുടെ തുക എഴുതാം. അപ്പൊ 1 1 കൂട്ടി എത്രയാണ്? 2. അതിന് ഇവിടെ സ്ഥലം ഉണ്ടെങ്കിൽ മുകളിൽ ചെറുതാക്കി എഴുതി കൊടുക്കാം, ഇല്ലെങ്കിൽ കുറച്ച് ഇപ്പുറത്ത് വിട്ട് എഴുതിയാൽ മതി. 2 1 2 കൂട്ടിയാൽ 3, ഇനി 2 1 കൂട്ടിയാൽ 3, 2 2 കൂട്ടിയാൽ 4, അങ്ങനെ ഓരോന്നും കൂട്ടി എഴുതാം. നമുക്ക് ഇതിന്റെ തുകകളായി. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ തുക ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എത്ര എന്നുള്ളതാണ്. അപ്പോ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത സമം എന്ന് എഴുതണം. ഞങ്ങളുടെ സ്ഥലം അതുകൊണ്ട് എഴുതിയിട്ടില്ല. അപ്പൊ ഇതിൽ ഒറ്റ സംഖ്യ എത്ര ഉണ്ട്? 3 ഉണ്ട്, 5 ഉണ്ട്. അപ്പൊ ഇവിടെ 3 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വീണ്ടും വന്നു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, നമുക്കത് എണ്ണാം. അപ്പൊ ആകെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പൊ 4 ഇനി ആകെ ടോട്ടല് ആകെ ജോഡികളുടെ എണ്ണാണ്. അത് നമുക്ക് ഇവിടെ എണ്ണാതെ ഇതിൽ നിന്ന് തന്നെ കണ്ടെത്താം. എങ്ങനെ? ഇത് എത്ര എണ്ണമുണ്ട്? 4 എണ്ണം. ഇതിൽ 2 4 × 2 8. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ അവസാനം വന്ന 4 അല്ല ഉപയോഗിക്കുന്നത്, ഇതിലെ എണ്ണമാണ് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, ഒരു പെട്ടിയില് ഇങ്ങനെ 3 4 5 ഇതില് 1 2 ആണ് വിചാരിക്കാം. അപ്പൊ ഇവിടെ 5 2 ഗുണിച്ച് 10 എന്ന് എഴുതരുത്, തെറ്റാണ്. കാരണം എന്താ? ഇതിലെ അവസാനത്തെ സംഖ്യ 5 ആണെന്ന് വിചാരിച്ച് അതിലെ അതിലെ എണ്ണം 5 എണ്ണം അല്ല. ഇതിൽ എത്ര എണ്ണേ ഉള്ളൂ? 3 എണ്ണേ ഉള്ളൂ. അപ്പൊ 3 × ഇതിൽ 2 എണ്ണം ഉണ്ട്, 3 × 2 6 എണ്ണേ വരുള്ളൂ, 6 ജോഡികളെ വരുള്ളൂ. അപ്പൊ അങ്ങനെ അവസാനം വന്ന സംഖ്യ കൊണ്ടല്ല ഗുണിക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ എണ്ണം എത്രയാണോ അതാണ് നോക്കേണ്ടത്. അപ്പൊ 4/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറുതാക്കി കഴിഞ്ഞാല് 1/2 എന്ന് കിട്ടും. 4നെയും 8നെയും 4 കൊണ്ട് നമുക്ക് ഹരിക്കാം. 4 കൊണ്ട് ഹരിച്ചാൽ 1, 8നെ 4 കൊണ്ട് ഹരിച്ചാൽ 2. ഇനി ഇതേപോലെ ഇരട്ട സംഖ്യ കിട്ടാനുള്ള സാധ്യത, ഇരട്ട സംഖ്യ കിട്ടാനുള്ള സാധ്യത സമം ബാക്കിയുള്ളതൊക്കെ 4 ഉള്ളത്. അപ്പൊ ഇവിടെ 4/8 വരും. ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് 1/2 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതേപോലെ ഈ ചാനൽ 8ാം ക്ലാസ്സിൻ്റെയും 9ാം ക്ലാസ്സിൻ്റെയും ഒക്കെ മാത്സ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ളവർക്കും ഈ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക. താങ്ക് യു.